ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ അയൽപ്പാൻ തക്കവണ്ണം ദൈവം ഇവിടെ ആക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 17:23 വാക്യം. 2 ശമൂവേൽ 17:23. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരും ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിനാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. മതി. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്ന വാക്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൊന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം അടിയനെ ബലപ്പെടുത്തണം കർത്താവേ. കേൾക്കുന്ന ജനം അവിടുത്തേതാണ് കർത്താവേ. ഞങ്ങൾ നിന്നിലേക്ക് കൂടുതലൊന്ന് അടുക്കുവാൻ, ഞങ്ങളെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെയാക്കി തീർക്കണമേ. ഞങ്ങൾ എവിടെ നിൽക്കുന്നു, ഞങ്ങൾ ആരായിരിക്കുന്നു എന്ന് ഞങ്ങളെ ഈ വചനത്തിൽ കൂടി ഒന്ന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വാക്യം വായിച്ച് ഞാനൊരു ശനിയാഴ്ച ഇവിടെ പ്രസംഗിച്ചതാണ്. ചിലർക്കെങ്കിലും ഓർമ്മയാണ്. ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നാൽ 3-4 പേർ കൂടി ഉണ്ട്. അവരൊരു പക്ഷേ കേട്ട് കാണും. പക്ഷേങ്കിൽ വാക്യം വായിപ്പിച്ചു എന്ന് ഒരിക്കലും ആ വാക്യത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പോലും പറഞ്ഞില്ല. അതിൻ്റെ പശ്ചാത്തലം മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ. ആ പറഞ്ഞ പശ്ചാത്തലം ഞാൻ അല്പസമയം ഒന്ന് ചുരുക്കി നിങ്ങളോട് പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് മടങ്ങി ഇന്ന് വന്ന് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദമായി പറയാമെന്ന്. ഈ ഭാഗം എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്? ഒന്നുകൂടെ വായിക്കാമോ ആ വാക്യം? എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരും ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ഒരു മനുഷ്യൻ, അവന്റെ പേര് അഹീതോഫേൽ, അവൻ എന്ത് ചെയ്തു? അവന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കയറി അവൻ്റെ വീട്ടിൽ ചെന്നു വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിന് ശേഷം കെട്ടിഞ്ഞാന്ന് ചത്തു. ഈ മനുഷ്യൻ കെട്ടിഞ്ഞാന്ന് ചത്തത് എന്തുകൊണ്ട് എന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു പേരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ അഹീതോഫേൽ എത്ര പേര് കേട്ടിട്ടുണ്ടോ ഈ പേര്? ഈ മനുഷ്യൻ ആരാ? ഈ മനുഷ്യന് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്താ ഈ മനുഷ്യന്റെ പേര് ബൈബിളിൽ വന്നത്? അതൊരു വലിയ കഥയാണ്. നമ്മളുമായി വളരെ അടുത്ത് ബന്ധമുള്ളൊരു മനുഷ്യനായാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയായാണ്. ഇയാൾ മരിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. അതൊരു നിസ്സാര കാര്യമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഈ മനുഷ്യൻ കെട്ടിഞ്ഞാന്ന് ചത്തെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തെക്കുറിച്ചാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു 2-3 മാസം മുമ്പ് ഒരു ശനിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുമായി സംസാരിച്ചത്. അതിൻ്റെ പശ്ചാത്തലം ക്ഷമിക്കുക എന്നുള്ള വിഷയമാണ്. ക്ഷമയുടെ പ്രാധാന്യം എന്തുമാത്രമുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ ക്ഷമിക്കുന്നവനായിരിക്കണമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾ മറ്റെന്തെല്ലാം പാപങ്ങൾ ചെയ്താലും ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നില്ല എന്ന് വരികിൽ ക്ഷമയില്ലാത്ത ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് പ്രാർത്ഥനയെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. അതിൻ്റെ 14-15 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. മതി. ഇതെന്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഇതെന്ത് പറഞ്ഞതിന് ശേഷം പറഞ്ഞതാ?
യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വായിച്ചു വിട്ടേ, എളുപ്പം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈ ഇത്രയും വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് ഒരു കാര്യം മാത്രം 14-15 വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞു. എന്താ എടുത്തു പറഞ്ഞ കാര്യം? നിങ്ങൾ മനുഷ്യരോട് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുന്നില്ല എന്ന് വരികിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. പിതാവിന്റെ ക്ഷമ കിട്ടാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. പിതാവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും ഇതിന് സാധിക്കാറില്ല. കാരണം ക്ഷമിക്കുവാൻ എനിക്കൊരു ലിമിറ്റുണ്ട്. നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്, എന്നെ ഇനിയും പ്രകോപിപ്പിക്കരുത്, അല്ലേ? ഒരുപാട് പറയാറുണ്ട്, സമയമില്ല. നമ്മുടെ ക്ഷമ എന്തുമാത്രം ഉണ്ട്, നമ്മൾ എന്തുമാത്രം ക്ഷമിക്കുന്നവരാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് അടുത്തത് ദേഷ്യം വരുന്ന കൂട്ടത്തില. എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്ഷമയുണ്ടത്, പിന്നെ തൊടിപ്പിക്കുകയാണോ, എന്റെ ക്ഷമ നീ അളക്കുവാണോ എന്ന് ചോദിച്ചോണ്ട് വരും, അല്ലേ? ഇതാ നമ്മുടെ ക്ഷമ. എന്നാൽ ബൈബിൾ പറയുന്നത് നീ മനഃപൂർവ്വമായി ക്ഷമിക്കണം. മനഃപൂർവ്വമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമ. ഏത് സമയത്തും നിന്നെ എത്ര ചൊടിപ്പിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ക്ഷമിക്കുമെന്നുള്ള ആ ഒരു ബോധം നിനക്കുണ്ടായിരിക്കണം. കാരണം ഞാൻ എളുപ്പം വിഷയത്തിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ മരിച്ചത് എന്താണെന്ന് നമുക്കിന്നൊന്ന് അറിയണം. ഇത് വീടുകളെല്ലാം ഞാൻ നിങ്ങളോട് വിവരിച്ചതാണ്. കേൾക്കാത്ത കുറച്ച് പേര്, കൂടുതൽ പേര് കൂടി ഉള്ളത് കൊണ്ട് മാത്രം കഴിഞ്ഞ അന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം സുവിശേഷ പ്രസംഗം മാത്രം ഒരു വിഷയമാണ് പെട്ടെന്ന് മറന്നു പോകുന്നത്. ഈ ഹാളിനകത്തിരിക്കുമ്പോൾ നല്ല രസമാണ് കേൾക്കാനും, നല്ല ചിന്തയാണ്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയുമ്പോൾ ഇന്നത്തെ പ്രസംഗം എന്തു നല്ല പ്രസംഗമായിരുന്നു, ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. ആരെങ്കിലും ചോദിക്കും എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. വേണ്ട, ഇന്ന് പറഞ്ഞൊരു വാക്യം, ഏത് വാക്യം വായിച്ചിട്ടാ പ്രസംഗിച്ചതെന്ന് പറയാമോ? അത് ഞാൻ ഓർക്കുന്നില്ല. വെളിപ്പാടിൽ നിന്നെങ്ങാണ്ട് നാണെന്നാ തോന്നുന്നു. ഇതാണ് നമ്മുടെ ഓർമ്മ. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് കുത്തി പറയാമോ? ഏതെങ്കിലും ഒരു നല്ല കഥ പറയാമോ? കുറച്ച് ദിവസത്തേക്ക് അത് ഓർമ്മ നിൽക്കും. ഇന്നത്തെ പ്രസംഗത്തിൽ അവനിട്ട് നല്ലപോലെ കിട്ടി. നമ്മളത് ഓർത്തിരിക്കും, നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കും. വാക്യവും മറന്നു പോകും, പ്രസംഗവും മറന്നു പോകും. ഇതാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മളെ ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ദൈവം നമ്മൾ എത്രമാത്രം ക്ഷമിക്കണമെന്നും എങ്ങനെയൊക്കെ ക്ഷമിക്കണമെന്നും പറയുന്നു. നമ്മൾ എത്ര വട്ടം ക്ഷമിക്കണം? എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം. പഴയ നിയമത്തിൽ 7 വട്ടത്തിന്റെ കണക്കുണ്ട്. 7 വട്ടത്തിൽ ക്ഷമിക്കുവാനായിട്ട് പറഞ്ഞ കണക്കുകളുണ്ട്. നമുക്ക് എടുക്കാൻ സമയമില്ലല്ലോ. ആ ഓർമ്മ വെച്ചാ പത്രോസ് ചോദിച്ച, കർത്താവേ ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അങ്ങ് പോരാ, നീ 70 വട്ടം ക്ഷമിക്കണം. 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? പോരാ എന്ന് പറഞ്ഞാൽ നീ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും നീ ക്ഷമിച്ചുകൊണ്ടിരിക്കണം. ആരെന്ത് പറഞ്ഞാലും നീ ക്ഷമിച്ചേക്കണം. നീ മിണ്ടാൻ പോകരുത്. ക്ഷമ ദൈവം നമ്മളെ പഠിപ്പിച്ചു. ക്ഷമിക്കാഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നിങ്ങൾ മറ്റുള്ളവരോട് അവരോട് ക്ഷമിക്കാഞ്ഞാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ നമ്മുടെ പിഴകളെ ക്ഷമിച്ചു കിട്ടാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. നമ്മൾ ക്ഷമിച്ചേറ്റാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വാസ്തവത്തിൽ ക്ഷമിച്ചേറ്റാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥന പഠിപ്പിച്ചത് എന്താ?
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിച്ചേച്ച് വേണം നമുക്ക് വേണ്ടി ക്ഷമ ചോദിക്കാൻ കർത്താവിനോട്. അപ്പോൾ നമുക്ക് ക്ഷമ കിട്ടും. നമ്മളൊക്കെ മറ്റുള്ളവരെ വിലയിരുത്താനായിട്ട് വളരെ മിടുക്കന്മാരാണ്, അല്ലേ? എന്നാൽ നമ്മുടെ ഇരിപ്പും നടപ്പും നമ്മുടെ ഓരോ ചലനങ്ങളും വ്യക്തമായി അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ ഇരുന്നാണ് നമ്മളെ മറ്റുള്ളവരെ വിലയിരുത്തുന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മുടെ ദൈവസന്നിധിയിലാണോ? ദൈവം നമ്മളെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം, മറ്റുള്ളവരോട് പൊറുക്കാം. യേശുക്രിസ്തു എങ്ങനെയാ ക്രൂശിൽ പിശാചിനെ ജയിച്ചത്? പലർക്കും പല മറുപടികളുണ്ട്. ചോദിച്ചാലും അതിനെപ്പറ്റി ഒരു വിഷയമാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മറുപടിയിലേക്ക് കടക്കാം. നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല, നമുക്ക് ഉള്ള മറുപടികളാണ്. നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്, പിതാവിനെ അനുസരിച്ചത് കൊണ്ട്, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി എന്നൊക്കെ നമുക്ക് പല മറുപടികളുണ്ട്. പിശാചിനെ ജയിച്ചത്. എന്നാൽ ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം ഇതൊന്നുമല്ല. അവന്റെ മുഖത്തടിച്ചപ്പോഴും, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോഴും, ആ ചാട്ടവാറിന് അടികൊണ്ട് കുരിശുമായി പോയി വീണപ്പോഴും, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കുരിശിൽ ഇറങ്ങിവാ എന്ന് വെല്ലുവിളിച്ചപ്പോഴും അവൻ മിണ്ടാതെയിരുന്നു. കാരണം പിശാചിന്റെ ആഗ്രഹം ഇവൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളതല്ലായിരുന്നു. ക്രൂശിൽ മരിച്ചാൽ പിശാച് തോറ്റുപോകും. അവനെ ക്രൂശിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, എന്തെങ്കിലും പിശാചിനെ ജയിക്കാനൊക്കെ ഉള്ളൂ. അതിനാണ് ഈ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ക്രൂശിൽ ഇറങ്ങുക എന്നാണ് വിളിച്ചു പറയിപ്പിച്ചത്. എന്നാൽ ഈ കഷ്ടമൊക്കെ ചോരയൊക്കെ ഒലിപ്പിച്ചപ്പോഴും അവൻ മിണ്ടാതെ ഇരുന്നു. അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്ന് ആ ക്രൂശിൽ മരണം വരിച്ച് അവൻ പിശാചിനെ ജയിച്ചു. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് അവൻ പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാഴിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഒറ്റ വാക്യത്തിലാണ് പിശാച് തോറ്റുപോയത്. അവൻ പിശാചിനെ ജയിച്ചത്. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇന്നിപ്പോൾ ഇവിടെ ആരെങ്കിലും കയറി വന്ന് നിർത്തലാതിന്റെ പ്രസംഗം ഇവിടെ നിറങ്ങുക എന്നൊരു തോക്ക് കാണിച്ച് വിറ്റാത്തി കാണിച്ച് ആരെങ്കിലും നമ്മളെ ഒച്ച വെച്ചാൽ, നീ കൂടാ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുന്ന ദൈവസന്നിധിയിലിരിക്കുന്ന ഞങ്ങൾ തുടരുമെന്ന് പറയുമോ? നമ്മളിറങ്ങി ഓടും. എല്ലാവരും അതാ നമ്മുടെ സ്ഥിതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളു തുറന്ന് പറഞ്ഞപ്പോൾ പിശാച് തോറ്റു. ക്ഷമിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ മത്തായിയുടെ സുവിശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിക്കാം. അതിന്റെ 18-ാം അധ്യായം 35-ാം വാക്യം. മത്തായി 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എങ്ങനെ തന്നെ ചെയ്യും? അങ്ങനെ തന്നെ ചെയ്യും. എന്ത് ചെയ്യാതിരുന്നാൽ ചെയ്യും? നിങ്ങൾ ഓരോരുത്തൻ ആരോട്? വാക്യം നോക്കി വായിച്ചേ പറഞ്ഞേ. നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സ്വർഗത്തിൽ പല ഒരുങ്ങിയിരിക്കുന്നവരല്ലേ നമ്മളെല്ലാരും. ആർക്കെങ്കിലും അത് വേണ്ടെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? ഞാനിപ്പോ ആരെങ്കിലും കൈവക്കുന്നില്ല സ്വർഗത്തിൽ പോകുന്നവരെ. നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി ഒന്ന് നോക്കാം. നമ്മുടെ സഹോദരനോട് നമ്മൾ ക്ഷമിച്ചോ? ക്ഷമിച്ചില്ല എന്ന് വരികിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ
നമ്മുടെ ആരാധന കൊണ്ടോ ഇന്ന് ഞായറാഴ്ച ചർച്ചിലേക്ക് കടന്നു വന്നതുകൊണ്ടോ നമ്മൾ സ്വർഗത്തിൽ പോകുമോ? നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ കിടക്കുമോ? ആദ്യത്തിന്റെ സഹോദരനോട് ക്ഷമിക്കണം, സഹോദരനോട് പൊരുത്തപ്പെടണം. അവനുമായി കേസിൽ നടപ്പോകാനല്ല, അവനുമായി വഴക്കുണ്ടാക്കാനല്ല, അവനെ ഗുണ്ടാളെ വിട്ട് അടിപ്പിക്കുവാനല്ല ദൈവം പറഞ്ഞത്. നീ മനഃപൂർവ്വമായി അവനോട് ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. പിതാവ് ക്ഷമിക്കാത്ത ഒരു മനുഷ്യന് പോലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവന്റെ ക്ഷമ, അവന്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് ഒന്ന് പ്രവേശനം ലഭിക്കുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ആരാണ് സഹോദരങ്ങൾ? നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നും ജനിച്ചവർ മാത്രമല്ല, നമ്മുടെ ചോര മാത്രമല്ല, ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളാണ്, അല്ലേ? ഈ സഭയിലെ ഓരോ മെമ്പേഴ്സ് നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ അയൽക്കാർ നമ്മുടെ സഹോദരങ്ങളാ. ഇന്ത്യയിലാണെങ്കിൽ ആരാ സഹോദരങ്ങള്? ഓൾ ഇന്ത്യൻസ് ആർ മൈ. നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? നമ്മുടെ അയൽക്കാരോട് നമ്മൾ ക്ഷമിച്ചോ? നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമ്മൾ ക്ഷമിച്ചോ? നമ്മുടെ സഭയിൽ നമ്മുടെ അടുത്തിരിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വരികിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കയില്ല. എന്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല എന്ന് പറയുമ്പോൾ ക്ഷമ എത്ര വലുതാണ് എന്ന് പറയണം. അതാണ് സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. നീ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, നീ ബലിപീഠത്തിന്റെ സമയത്തേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോടുണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് തോന്നിയാൽ അവൻ വന്ന് നിന്നോട് ക്ഷമ ചോദിക്കണം. അതിലല്ല, നീ പോയി ക്ഷമ ചോദിച്ച് നിരപ്പാന് ശേഷം വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയി ക്ഷമ ചോദിക്കാതെ ഫോണിൽ വിളിച്ച് പറയണം നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പോയി നിരപ്പായതിനു ശേഷം വന്ന് Praise the Lord. Praise the Lord. നമുക്ക് ക്ഷമിക്കുന്നവരാകാൻ പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് 2 ശമൂവേൽ 17-23 വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ഒരു മനുഷ്യൻ കെട്ടിഞ്ഞാന്ന് ചത്തതിനെ പറ്റി കുറിച്ചു. ഈ മനുഷ്യൻ ക്ഷമിക്കുവാൻ സാധിച്ചില്ല. ആ മനുഷ്യൻ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ആ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അതവിടെ വിഷമായി പകയായി മാറുകയാണ് ചെയ്തത്. നമുക്ക് ഈ മനുഷ്യനെ കുറിച്ചൊന്ന് പഠിക്കാം. 23-ാം വാക്യം വീണ്ടും ഇന്നത്തെ ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യം. അഹീത്തോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കയറി വീട്ടിലേക്ക് പോയി തന്റെ ഗൃഹകാര്യങ്ങളെല്ലാം ശരിയാക്കി. മക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം എഴുതി വെച്ചു, എല്ലാം രേഖപ്പെടുത്തി. അവസാന ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച് പോയി കെട്ടിച്ചാന്തി. ഇവൻ കെട്ടിച്ചാന്തിയതിന്റെ ഉദ്ദേശം എന്താണ്? ഇനി നമുക്ക് നോക്കാം. ആരായി അഹീത്തോഫേൽ? അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. വായിച്ച് 2 ശമൂവേൽ 16-23 വാക്യം. എളുപ്പമായി പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീഥോഫേലിന്റെ ആലോചന എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അഹീഥോഫേൽ ആരായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ആരായിരുന്നു? ദാവീദിന്റെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന പദവി, ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? അഹീത്തോഫേല്. ദാവീദിന്റെ കൊട്ടാരത്തിലെ പ്രധാന ഉപദേശകനായിരുന്നു. അവന്റെ ഉപദേശം എങ്ങനെയുള്ളതായിരുന്നു? അവന്റെ ഉപദേശങ്ങൾ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പോലെ തന്നെയായിരുന്നു. ദൈവത്തിന്റെ ഉപദേശം എന്തെങ്കിലും തെറ്റിക്കിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ ഉപദേശം ഒരിക്കലും തെറ്റില്ല. അഹീത്തോഫേലിന്റെ ഉപദേശം ഒരിക്കലും പോലും തെറ്റിയിട്ടില്ല. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, അവന്റെ ഉപദേശം ദൈവത്തിന്റെ ഉപദേശം പോലെയായിരുന്നു. നോക്കണമേ, അവനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃത്യമായി ഉപദേശിക്കുന്നവനാണ്. അവന് കൃത്യമായി വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി. അവൻ ഉപദേശിച്ചു. അഹീത്തോഫേൽ ദാവീദിനെ ഉപദേശിച്ചു. ദാവീദിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ദാവീദിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യർക്കും അതറിയാം. ഈ മനുഷ്യനാണ് വൈരാഗ്യം വന്നത്. ഈ മനുഷ്യനാണ് ദേഷ്യമുണ്ടായി
ക്ഷമിക്കുവാൻ സാധിക്കാതെ വന്നത്? ആരോട് ദേഷ്യമുണ്ടായി അവന് ദാവീദിനോട് ദേഷ്യമുണ്ടായി. തന്റെ രാജ്യത്തെ രാജാവാണ്. ആ രാജാവിനോട് അവന് ദേഷ്യം വന്നു. ഇനി ആ ദേഷ്യം വന്നതിന്റെ കാരണം എന്താ? വീണ്ടും നമുക്ക് ചരിത്രത്തിലേക്ക് പോകണം. 11-ാം അധ്യായം എടുത്ത് 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാവിന്റെ മകളും ഹിത്തിനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്നറിഞ്ഞു. അവൾ ആരെന്നറിഞ്ഞു? ബത്ശേബയുടെ കഥയാണ്. ബത്ശേബയുടെ കഥയും അഹീത്തോഫലും തമ്മിൽ എന്താണ് ബന്ധം? ബത്ശേബയെ നമുക്കൊക്കെ അറിയാം. നമ്മൾ ഓരോ ദിവസവും ബത്ശേബയെ പറ്റി കേട്ടിട്ടുണ്ട്. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ബത്ശേബയെ ഓർക്കാതിരിക്കുവാൻ സാധ്യമല്ല. ശലോമോൻ രാജാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ബത്ശേബയെ ഓർക്കാതിരിക്കുവാൻ സാധ്യമല്ല. ബത്ശേബയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അഹീത്തോഫലും ബത്ശേബയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ വാക്യം ഒന്നുകൂടി വായിച്ച അവസാന ഭാഗം. അവൾ ആരായിരുന്നു? അവൾ എലിയാവിന്റെ മകളായിരുന്നു. ആര്? ബത്ശേബ. ബത്ശേബയുടെ അപ്പന്റെ പേര് എലിയാ. ഇനി എലിയാമാരായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. 23-ന്റെ 34-ാം വാക്യം. 23-ന്റെ 34-ാം വാക്യം. ഈ അഹീത്തോഫൽ ആരാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആരായിരുന്നു എലിയാ? അഹീത്തോഫലിന്റെ മകൻ എലിയ. ബത്ശേബ ആരായിരുന്നു? എലിയാമിന്റെ മകൾ. അപ്പൊ ബത്ശേബയുടെ അപ്പന്റെ പേര് എലിയ. എലിയാവിന്റെ അപ്പന്റെ പേര് അഹീത്തോഫൽ. ബത്ശേബയുടെ ആരാണ്? അഹീത്തോഫൽ ബത്ശേബയുടെ വല്യപ്പൻ. ഞാനും ഗ്ലോറിനായും തമ്മിലുള്ള ബന്ധമാണ്. എന്റെ മകളുടെ മകൾ. എന്തുകൊണ്ട് ദാവീദിന് അഹീത്തോഫലിനോട് പൊറുക്കാൻ വയ്യാതെ, ക്ഷമിക്കാൻ വയ്യാതെ വന്നു? അതിന് തക്കവണ്ണം വൈരാഗ്യമുണ്ടായി. എന്തുകൊണ്ട് വൈരാഗ്യമുണ്ടായി? 11-ാം അധ്യായം 3-ാം വാക്യം വീണ്ടും വായിക്കാം. ദാവീദ് ആളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവള് കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ കണ്ടു എന്നാണ് നമ്മൾ കണ്ടത്. കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ കണ്ട അവളെ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്നു തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയല്ലായിരുന്നു ദാവീദ് ചെയ്തത്. ദാവീദ് ആളയച്ച് അവൾ ആരാണ് എന്ന്, അവളുടെ അഡ്രസ് എന്താണെന്നുള്ളത്, അവൾ എവിടെയുള്ളവളാണെന്ന്, ആരുടെ ഭാര്യയാണ്, ആരുടെ മകളാണെന്ന് അവൻ വിവരം തിരക്കിയറിഞ്ഞു. 3-ാമത്തെ വാക്യം വായിച്ചേ. ദാവീദ് ആളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ എലിയാമിന്റെ മകളും ഹിത്തിനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്നറിഞ്ഞു. പ്രിയപ്പെട്ടവളെ, അവളുടെ അഡ്രസ് കൃത്യമായി കണ്ടുപിടിച്ചു. അവളുടെ അഡ്രസ് കണ്ടുപിടിച്ച് അവൾ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. ഇനി അഹീത്തോഫൽ ആരായിരുന്നു? ദാവീദിന്റെ പ്രധാന ഉപദേഷ്ടാവ്. എലിയാവ് ആരായിരുന്നു? ബത്ശേബയുടെ അപ്പനായിരുന്നു. അവളുടെ ഭർത്താവിന്റെ പേര് എലിയ. അവളുടെ ഭർത്താവിന്റെ പേര് ഊരിയ. ഊരിയാവ് ആരായിരുന്നു? ദാവീദുമായിട്ടുള്ള ഊരിയാവിന്റെ ബന്ധം എന്താ? ദാവീദിന്റെ സൈന്യത്തിലെ സൈന്യാധിപനാണ് ഊരിയാവ്. ദാവീദുമായിട്ട് ഇവർക്കും എല്ലാവർക്കും ബന്ധമുണ്ടോ? അഹീത്തോഫലിന് ദാവീദുമായി ബന്ധമുണ്ടോ? എലിയാമ് ദാവീദിന്റെ പട്ടാളത്തിലെ പ്രധാനിയായിരുന്നു. വെറും സാധാരണ പട്ടാളക്കാരല്ലായിരുന്നു അവര്. എലിയാം അവന്റെ പട്ടാളത്തിലെ ആളായിരുന്നു. പ്രിയപ്പെട്ടവരെ,
തന്റെ പട്ടാളത്തിലെ തന്റെ 37 സർവാധികാരിക്ക് അത് വായിക്കെടുക്കാനായിട്ട് സമയമൊന്നുമില്ല. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. നോക്കണമേ, നമ്മൾ ആലോചിക്കണം. 37 ദാവീദിന്റെ പട്ടാളത്തിലെ 37 സർവ്വ സൈന്യാധിപന്മാരിൽ ബ്രിഗേഡിയർമാരിൽ ഒരാളായിരുന്നു എലിയാബ്. മറ്റുള്ള ആളായിരുന്നു ഊരിയാവ്, ഈ സ്ത്രീയുടെ ഭർത്താവ്. അവനൊരു സാധാരണപ്പെട്ട പട്ടാളക്കാരനല്ലായിരുന്നു. എന്തുകൊണ്ട് അഹീഥോഫേലിന് ദാവീദിനോട് തീരാത്ത അരിശമുണ്ടായി? അവൻ തന്റെ കൊച്ചുമകളെ അറിഞ്ഞതിന് ശേഷം നശിപ്പിച്ചു. ആർക്ക് ക്ഷമിക്കാൻ സാധിക്കും? നമുക്ക് സാധിക്കുമോ? നമ്മുടെ കൊച്ചുമകളെ ഒരാൾ ഇതുപോലെ നശിപ്പിച്ചു കഴിഞ്ഞാൽ? രാജാവാണ്, രാജാവിന് എന്ത് ചെയ്യാം, അവൻ എന്തും പറയാം, എടുക്കാം, ആരും മറുചോദ്യം ചോദിക്കാനില്ല. എങ്കിലും അവന്റെ മനസ്സിൽ പക വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. അഹീഥോഫേൽ ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. അവൻ അവിടുന്ന് ഓടി രാജാവിന്റെ കൊട്ടാരത്തിലെ ജോലി വിട്ടിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അവന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഞാൻ എളുപ്പം കഥ ചുരുക്കി പറയാം, അബ്ശാലോം രാജാവാകാൻ തീരുമാനിച്ചു. രാജ്യത്തിലെ ജനങ്ങളെ എല്ലാം കൂട്ടിവരുത്തി അവൻ സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ശൗലിന്റെ പുസ്തകം 2:11 അധ്യായം മുതൽ 27, 26 വാക്യപുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ ചരിത്രം മുഴുവൻ അതിനകത്തുണ്ട്. വളരെ ക്രമമായി വാക്യമെടുത്ത് വായിക്കുവാൻ സമയമില്ല. ഇനി ഒരു മണിക്കൂടെ കിട്ടിയാൽ കൃത്യമായ വാക്യങ്ങൾ എടുത്ത് തരാൻ പറയും. അബ്ശാലോം രാജാവാകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളെ വശീകരിച്ച് പിടിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ അപ്പന് പ്രായമായി, അവനെ കൊണ്ടൊന്നും കൊള്ളുകയില്ല, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ അബ്ശാലോം വശീകരിച്ച് തന്റെ കൂട്ടത്തിലാക്കി വെച്ചു. അപ്പോൾ എന്തു ചെയ്തു? ഈ അബ്ശാലോം അഹീഥോഫേലിനെ സ്വന്തം പ്രധാനമന്ത്രിയായി നിയമിച്ചു. അപ്പനുമായി പിണങ്ങി വീട്ടിൽ നിന്ന അഹീഥോഫേലിനെ അബ്ശാലോം സ്വന്തം മന്ത്രിയാക്കി നിയമിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് ഉപദേശം പറഞ്ഞു തരണം. അവന്റെ ഉപദേശം എങ്ങനെയുള്ളതാണ്? ദൈവത്തിന്റെ ഉപദേശം പോലെയാണ്. ഒരിക്കലും തെറ്റാത്ത ഉപദേശം പറയുന്ന അഹീഥോഫേലിനെ അബ്ശാലോം പ്രധാനമന്ത്രിയാക്കി വെച്ചു. ദാവീദ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യനാണ് ആര്? അബ്ശാലോം, തന്റെ മകൻ. ആ അബ്ശാലോം ദാവീദിനെ കൊല്ലുവാനുള്ള പരിപാടി ഇട്ടു. ഈ വിവരം അറിഞ്ഞ് ദാവീദും തന്റെ കൂട്ടരും അവിടുന്ന് അബ്ശാലോവുമായി യുദ്ധം ചെയ്യുവാനല്ല, അവിടുന്ന് ഓടി രക്ഷപ്പെടുവാൻ. യുദ്ധം ചെയ്താൽ അബ്ശാലോമിനെ കൊല്ലേണ്ടി വരുമെന്ന് ദാവീദിനറിയാം. അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അഹീഥോഫേല് അബ്ശാലോമിന് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. 12,000 പേരെ എന്റെ കൂടെ വിട്, ഞാൻ പോയി നിന്റെ രാജാവിനെ കൊല്ലാം. ജനങ്ങളെ, അവന്റെ കൂടെയുള്ള ജനങ്ങളെ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. അപ്പോൾ രാജാവ് ഒറ്റയ്ക്കാകും, ഞാൻ അവനെ കൊന്നുതരാം എന്ന് അഹീഥോഫേൽ പറയാം. ഈ സമയത്ത് ദാവീദ് രാജാവ് ഹൂശായി എന്ന് പേരുള്ള തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ അബ്ശാലോമിന്റെ ഭവനത്തിലേക്ക് വിട്ടു. എന്നിട്ട് പറയിപ്പിച്ചു, ഞാൻ ദാവീദിനെ ഉപേക്ഷിച്ചു നിന്റെ കൂട്ടത്തിൽ ചേരുവാൻ തീരുമാനിച്ചു. ദാവീദ് ചാരനായിട്ട് വിട്ടത്. അങ്ങനെ ദാവീദിന്റെ പ്രധാന ഉപദേശകരിൽ ഒരാളാണ് ഹൂശായി. ഈ അഹീഥോഫേലിന്റെ ഉപദേശം കേട്ട അബ്ശാലോം പറഞ്ഞു, നീ പറഞ്ഞ കാര്യം നല്ലതാ, നല്ല ഉപദേശമാ, പക്ഷെ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരാളുകളുടെ ഒരു അഭിപ്രായം ഒന്ന് ചോദിച്ചു കളയാം. എന്താണ്? അഹീഥോഫേൽ പറഞ്ഞ എന്താ? 12,000 പേരെ എൻ്റെ കൂടെ വിട്ടു നിന്നാൽ മതി, അവന്റെ കൂടെയുള്ള ജനങ്ങളെ മുഴുവൻ ഞാൻ ഒരുത്തരെയും കൊല്ലാതെ അവരെ പറഞ്ഞു മാറ്റിക്കൊള്ളാം, ദാവീദിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ വധിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അബ്ശാലോമിന്റെ ഹൃദയത്തിൽ ഇടപെട്ട് അബ്ശാലോമിനോട് കൊണ്ടൊരു തോന്നൽ തോന്നിപ്പിച്ചു. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാം, അത് ഹൂശായിയോട് ചോദിക്കാമെന്ന്. ഹൂശായിയെ വിളിച്ചു. എന്താ അബ്ശാലോമിന്റെ അഭിപ്രായത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബാക്കി എടുക്കാൻ സമയമില്ലല്ലോ, അവൻ ഇപ്പൊ പറഞ്ഞത് ശരിയായില്ല. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? എന്താ അങ്ങനെ പറഞ്ഞ കാരണമറിയായോ? അബ്ശാലോം രാജാവായി എന്നറിഞ്ഞപ്പോൾ ദാവീദും കൂട്ടരും കൊട്ടാരം വിട്ടോടി.
എന്താ ഓടാൻ കാര്യം? അഹീത്തോഫേൽ ദാവീദിന്റെ ഉപദേഷ്ടാവാണെന്നുള്ള വിവരം കിട്ടി. അഹീത്തോഫേലിന്റെ അഭിപ്രായം പറഞ്ഞാൽ അതിന് ഒരു ഇഞ്ച് പോലും മാറ്റമില്ല എന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഓടുന്ന ഓട്ടത്തിൽ നെഞ്ചത്തടിച്ചുകൊണ്ടൊരു വിലവിളിച്ചെന്ന് പറഞ്ഞ, എന്റെ ദൈവമേ, അഹീത്തോഫേലിന്റെ ഉപദേശത്തെ മറിച്ചു കളയണമേ. പ്രിയപ്പെട്ടവരെ, നിനക്കെതിരായിട്ട് ആരെങ്കിലും ഉപദേശം വെക്കുന്നുണ്ടെങ്കിൽ, നിനക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശത്തെ മറിച്ചു കളയുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് അവനൊരു സെക്കൻഡ് ഒപ്പീനിയൻ വെച്ച് ഹൂശായിയോട് അഭിപ്രായം ചോദിപ്പിച്ചത്. ഹൂശായി പറഞ്ഞു, ഇപ്പൊ നീ പറഞ്ഞ അഭിപ്രായം ശരിയായില്ല, അതുകൊണ്ട് നമുക്ക് ഉടനെ അതിനെതിരെ തീരുമാനമെടുക്കണ്ട എന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിർത്തുക. ഇതിന്റെ ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ വേറെ എന്തെങ്കിലും ഒരു ദിവസം. നമ്മുടെ സമയത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പൊ തന്നെ 5 മിനിറ്റ് കൂടുതൽ ഞാൻ എടുത്തു. ഒരു കാര്യം ഓർക്കണമേ, മത്തായി 18:35 ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ വചനം നിർത്താം. മത്തായി 18:35. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ, നിങ്ങളുടെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കുന്നവരാകാം, നമുക്ക് മനഃപൂർവ്വമായി ക്ഷമിക്കുന്നവരാകാം. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ കോപം പിടിച്ചു പറ്റുന്നവരായില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അതിനു വേണ്ടി ഒരുക്കണമേ. ഇന്ന് കേട്ട വചനം കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ നീ ഇട്ടു തന്ന നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് നീ മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നീ ഇടയാക്കിയല്ലോ, നന്ദിയോടെ സ്തോത്രം. കൂടി വന്ന വരവനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവിന്റെ കൃപയിൽ നിന്നായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി കർത്താവേ. രാവിലെ മുതൽ ഈ സമയം വരെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മ Baby.